ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. നിലത്ത് കിടക്കുന്ന ആന, മറ്റ് കുങ്കിയാനകൾ അവിടെ നിന്ന് മാറുന്നു. നിലത്ത് കിടക്കുന്ന ആനയുടെ ദൃശ്യങ്ങളാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നു. ഇവിടെ ഇപ്പോൾ തന്നെ മുറിവിൽ മരുന്ന് നൽകുകയാണ്. വൃത്തിയാക്കുകയും മരുന്ന് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ. കാരണം വളരെ ചുരുങ്ങിയ സമയമാണ് ഈ മയക്കത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് ചികിത്സ നടത്താനുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട്. സയൻസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഇപ്പോൾ ചികിത്സ നൽകുന്നത്. അതിൻ്റെ മുറിവ് വൃത്തിയാക്കി ആദ്യഘട്ടത്തിലൊരു ചികിത്സ നൽകുക, തുടർന്ന് അതിനെ ഉയർത്തി ഈ അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. പക്ഷേ എന്താണ് അതിൻ്റെ സ്ഥിതി? അരുൺ സക്രിയ ദൃശ്യങ്ങളിൽ കാണാം ആനയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന്. സാധാരണ ആന കിടന്നാൽ ഈ ചെവി അനക്കിക്കൊണ്ടിരിക്കാറുണ്ട് സാധാരണ. ഞാനും അത് തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ആന എപ്പോൾ കിടന്നാലും ചെവി ആട്ടുന്നതാണെന്ന് ആനയെ ഏറ്റവും പരിചയമുള്ളവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആന ചെവി ആട്ടാതെ വരുന്നത് ഒരു മോശം സൂചനയായിട്ടും പറയാറുണ്ട്. അതിന് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഏതായാലും സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുറിവ് വൃത്തിയാക്കുകയോ മരുന്ന് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പരിശോധന നടത്തുന്നുണ്ട് അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം. അതിരപ്പള്ളിയിലെ മുറിവേറ്റ ആനയുടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ. പൂർണ്ണമായും മയക്കത്തിലായതുകൊണ്ടായിരിക്കാം. ഇനി എന്താണെന്ന് വിദഗ്ധർ സെക്രട്ടറി അടക്കമുള്ളവർ ഈ ആദ്യഘട്ടത്തിൽ ഒരു ചികിത്സ നൽകിയ ശേഷം അതിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പാസ് ചെയ്യുമെന്ന് കരുതാം. എല്ലാവർക്കും അതിന്റെ ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നു. ലിഷോയ് വിവരങ്ങളുമായി തുടരുന്നുണ്ട് അവിടെ നിന്നും. ലിഷോയ്, ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അവിടെ ചികിത്സ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നത്. മുറിവ് വൃത്തിയാക്കുകയോ മരുന്ന് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണുന്നു. വിശദാംശങ്ങൾ എന്താണ് ലിഷോയ്? തീർച്ചയായും, അതായത് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ആനയെ പരിശോധിച്ചു വരികയാണ്. ആനയുടെ മുറിവ് വൃത്തിയാക്കി മുറിവിൽ മരുന്ന് വെക്കുന്ന നടപടികളാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ ഡിസ്കോ ഉൾപ്പെടെയുള്ളവരാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ ഡോക്ടർമാരടങ്ങുന്ന സംഘം എന്തായാലും നിലവിൽ ആനയെ ചികിത്സിക്കാനും, അതായത് പ്രാഥമിക ചികിത്സ നൽകുന്നു. അതിനുശേഷം പൂർണ്ണമായും ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് വേണ്ടതെന്ന് നോക്കിയ ശേഷമായിരിക്കും അടുത്ത നടപടി സ്വീകരിക്കുക. അതിന് മുൻപായി തന്നെ ആദ്യഘട്ട ചികിത്സയാണ് നൽകുന്നത്. ഇപ്പോൾ ഈ JCB ഉപയോഗിച്ച് അവിടെ വഴിയൊരുക്കുന്നു. അതിനോടൊപ്പം തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ആനയെ ഉയർത്തി നേരെ കോടനാടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. നേരത്തെ ആന വീഴും എന്നുള്ള കാര്യം ഒരു ഡോക്ടർമാർക്ക് ഉൾപ്പെടെ അരുൺ സക്രിയയ്ക്ക് ഉൾപ്പെടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് അദ്ദേഹം ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് 30% മാത്രമാണ് ആനയ്ക്ക് ഒരു തിരികെ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു ചാൻസ് ആയി അദ്ദേഹം കാണുമെന്ന് CCFന്റെ യോഗത്തിൽ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ആനയ്ക്ക് ചികിത്സ നൽകാതിരിക്കാൻ കഴിയില്ല. കാരണം ചികിത്സ നൽകേണ്ടതും ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ആ രീതിക്ക് വലിയ മുറിവ് വലിയ വ്രണമായി മാറി ആനയ്ക്ക് മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ് ഡോക്ടർമാരുടെ ഒരു നിഗമനമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്പം റിസ്ക് എടുത്തിട്ടായാലും ഈ ഒരു ചികിത്സ നൽകണം എന്ന ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്ന് മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെച്ച് അധികം വൈകാതെ തന്നെ ആന നിലത്ത് വീഴുകയും ചെയ്തു. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കും ഒരു ആശങ്ക തോന്നുന്നുണ്ട്. പക്ഷെ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുക എന്നുള്ള കാര്യമാണ് പരമാവധി ചെയ്യുന്നത്. മനുഷ്യസാധ്യമായത് കാര്യങ്ങൾ അല്ലെങ്കിൽ ആനയ്ക്ക് പരമാവധി മുറിവ് ഉണങ്ങുന്നതിനും അതുപോലെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് വരുന്നതിനും എല്ലാമായുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ആനയെ രക്ഷിക്കാൻ വേണ്ടിയാണ് മയക്കുവെടി വെച്ചത്. പലരും പറയുന്നുണ്ടായിരുന്നു, ഈ എന്തിനു വേണ്ടിയാണ് വീണ്ടും മയക്കുവെടി വെക്കുന്നത്, അതിനെ സ്വാഭാവികമായി അതിന് ജീവിക്കാൻ വിട്ടുകൂടെ എന്നുള്ള ചോദ്യമൊക്കെ പല ഘട്ടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായി ഇങ്ങനെ ഒരു പക്ഷേ ഈ ഒരു മുറിവ് ഉണങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് വനം വകുപ്പ് ഈ ദൗത്യം ഏറ്റെടുത്തത്.